സോ ഹായ് ഓൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSCയുടെ തന്നെ 2026 അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഫോർ മെക്കാനിക്കൽ സെക്ഷൻ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻസ്. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ PSC നോട്ടിഫിക്കേഷൻ വഴി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വരുന്നത്, ഇതിൽ നമുക്കൊരു 10ഓളം പോസ്റ്റുകളാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BTech അല്ലെങ്കിൽ ഡിപ്ലോമ, BTech മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 10ഓളം പോസ്റ്റുകൾ തന്നെ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് PSC ഇത്തവണ അടുത്ത നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിൻലി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ 2026 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 2026 നിങ്ങൾ ഈ പോസ്റ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2027 നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറി പറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ജോലി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ PSC അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് സെക്ടറിലെ ജോലി വേണം അല്ലെങ്കിൽ അതിൽ കിട്ടണം എന്ന് താല്പര്യമുള്ള BTech മെക്ക് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 പോസ്റ്റും നോട്ടിഫിക്കേഷൻസും ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ ഈ വീഡിയോയും തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് നല്ല ഫുൾ സപ്പോർട്ടീവായിട്ട് തന്നെ നമുക്ക് ടീമുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ റെക്കോർഡഡ് നമുക്ക് ലൈവ് ക്ലാസ്സസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് ഇത് കണ്ട് കോഴ്സസ് എടുക്കണം എന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. അത് ഡീറ്റെയിൽസ് ജസ്റ്റ് ഫില്ല് ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൻ്റെയൊക്കെ ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട് അതുപോലെ പുതിയ ബാച്ചിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 2026 ജനുവരിയിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന PSC കുറേ പോസ്റ്റിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എക്സാം സ്ലോട്ടൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ നമുക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, കാരണം ഇപ്പോൾ ജനുവരിയിൽ അവർ സ്ലോട്ട് നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ടൈം ഉണ്ടാവും. ഇനിയും നമുക്ക് ടൈമുണ്ട്, ഒരുപാട് ടൈം എന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ടൈമുണ്ട്. നമുക്ക് എക്സാം മന്ത് ഈ ഒരു ടൈമിലാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനത്തോടു കൂടി നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും. ഇത്രയും ടൈമുണ്ട് എന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളുടെയൊക്കെ ഡേറ്റ് വരുന്നത് ജൂലൈ സെപ്റ്റംബറിലേക്കാണ് വന്നിരിക്കുന്നത്. ജൂലൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ ഒരു 6 മാസം കൂടി എന്തായാലും ഉള്ളൂ. അപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കുള്ള കോഴ്സസ് നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിളും ആണ്. അതുപോലെ ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം ആപ്ലിക്കേഷൻസ് എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുക വേണം. ആൻഡ് നമുക്കിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന 536/2025 കാറ്റഗറിയിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ഹെൽത്ത് സർവീസസിലാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് BTechക്കാർക്കും അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള പോസ്റ്റ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ BTechക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് 4ഓളം പോസ്റ്റുകൾ നമുക്ക് BTechക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസറിൻ്റെ പോസ്റ്റാണ്. പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള പോർട്ട് സർവീസസിലാണ്. ഹൈഡ്രോഗ്രാഫിക് സർവൈവിങ്ങിലായിരിക്കും വരുന്നത്. കേരള പോർട്ടിലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ റെയർ ആയിട്ട് വരുന്നൊരു പോസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ഇയർലി നമുക്ക് വിളിക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റല്ല. ആൻഡ് ഓൾസോ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അതും ഇപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് വരുന്നത് പിന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൽ പിന്നെ നമുക്ക് BTechക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന BTech മെക്കുകാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹെൽത്ത് സർവീസിൽ, അതുപോലെ കേരള പോർട്ട് സർവീസിൽ, ഇറിഗേഷനിൽ ആൻഡ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ഈ 4 എണ്ണത്തിൽ BTechക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷനിൽ ആൻഡ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. അപ്പോൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നല്ലൊരു പോസ്റ്റാണ്. ഇപ്പം യൂണിഫോം ഒക്കെ ഇട്ട് ധരിച്ചൊക്കെ പോകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് എന്നുമ്പോഴത്തേക്കും പല ഫാക്ടറികളിലൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോവുക എന്നുള്ള ഒരു പോസ്റ്റിംഗ് ആയിരിക്കും വരിക. അപ്പോൾ പലർക്കും പല രീതിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് ഇൻസ്പെക്ഷൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഓഫീസ് വർക്ക് ആയിരിക്കും ഇഷ്ടം, പലർക്കും പല രീതിക്കുള്ളതായിരിക്കും. അപ്പോൾ ഈ ഇൻസ്പെക്ഷനൊക്കെ പോകാനൊക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് BTech കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്.
ആൻഡ് പിന്നെ നമുക്ക് വരുന്നത് ഈ പറയുന്ന പോലെ ഡിപ്ലോമ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലാണ്. ആൻഡ് പിന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 ആണ് മെക്കാനിക്കൽ സെക്ഷനിലാണ്, ഹാർബർ എഞ്ചിനീയറിംഗിലാണ്. അല്ലെങ്കിൽ പിന്നെ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഓർ ഗ്രേഡ് 3 ട്രേസർ അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന 3 പോസ്റ്റുകളും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ബാക്കി ഇത് നമ്മുടെ എഞ്ചിനീയറിംഗുകാർക്കും കൊടുക്കാൻ പറ്റും, ബിടെക്കാർക്കും കൊടുക്കാൻ പറ്റും. ഡിപ്ലോമക്കാർക്കാണ് ഇത് 3 മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഈ പറയുന്ന 4 ഈ ആദ്യത്തെ 3 ഇതും ആണ് ബിടെക്കുകാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റ്. അപ്പം നമ്മൾ ഇപ്പോഴേ നല്ല രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്ത് ഇപ്പോഴേ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് 2027 നമുക്ക് PSC ഇട നേടാനായിട്ട് സാധിക്കും. റൈറ്റ്. പിന്നെ നമുക്ക് വരുന്ന പിന്നെയുള്ള പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി തന്നെ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, ഈ പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റാണ് അതിനകത്ത് വരുന്നത്. അതിലിപ്പോൾ പറഞ്ഞ നമ്മുടെ BTech അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്കൊക്കെ അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയായിരിക്കും നമുക്ക് അതിൻ്റെ എക്സാം വരുന്നത്. നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റിൽ വരുന്ന എക്സാം വരുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലായിരിക്കും. അതിൽ നമുക്കിപ്പം എന്താണ് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ വീഡിയോ നമുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ആൻഡ് പിന്നെ നമുക്ക് വരുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിൻ്റെ എക്സാം വരുന്നത് നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മന്തിലായിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ടർ ഓഫ് അതിൻ്റെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ BTech കഴിഞ്ഞവർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സ് ഡിഗ്രി മെയിനായിട്ട് ഫിസിക്സ് സബ്ജക്റ്റ് മെയിനായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ പറഞ്ഞ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടറായിട്ട് നമുക്കത് പോകാനായിട്ട് സാധിക്കും എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് സിലബസ് ഒക്കെ നമുക്ക് കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ പറയുന്ന കോഴ്സിൻ്റെയൊക്കെ ഈ പറയുന്ന പോസ്റ്റിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ തന്നെയാണ്. ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ 30,000-ഓളം ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഓരോ പോസ്റ്റ് ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ചിലപ്പോൾ വേക്കൻസീസ് ഒക്കെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തന്നെ. എന്നിരുന്നാൽ പോലും നിങ്ങളിപ്പോൾ ഇപ്പോൾ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. അഡ്വൈസ് മെമ്മോ പോകുന്ന ചിലപ്പോൾ നല്ല രീതിയിലൊരു നമ്പറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേണ്ട താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ പേരായിരിക്കും ആ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വരിക. സോ അതുകൊണ്ട് ഒരിക്കലും എന്താണ് പിന്നോട്ട് പോക്കളയരുത്, എപ്പോഴും എന്താണ് അത് ഫോളോ ചെയ്ത് തന്നെ പോവുക. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പം പിന്നെ പറയുന്നത് നമ്മളിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സൊക്കെ നോർമലി അവർക്ക് ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞ് അവർ മെയിൻ സബ്ജക്റ്റ് എടുത്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ മിക്കവരും ഒരു എക്സാം എഴുതുന്നത് ഒന്നുകിൽ കമ്പനി ബോർഡ് എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മുടെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഉള്ള എക്സാംസ് ഒക്കെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റൊക്കെ വരുന്നവർക്ക് കുറച്ച് റെയർ ആയിരിക്കും, ഡിഗ്രി ഹോൾഡേഴ്സിനൊക്കെ വരുന്നത് കുറച്ച് റെയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് പിന്നെ നമ്മുടെ PSCയുടെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഇവർ നമുക്ക് നേരത്തെ തന്നെ സിലബസും എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് ആദ്യമേ അവർ എന്താണ് ഇപ്പോൾ ഇവർ അക്കാഡമിക് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അക്കാഡമിക് ഇയർ എന്ന് പറയാം, അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആനുവൽ കലണ്ടറും അതുപോലെ അതിൻ്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഓരോ പോസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ എക്സാമിന് വരുന്ന രീതിക്കുള്ള സിലബസ് എല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം മിക്ക എക്സാംസിനും ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ BTech ഹോൾഡേഴ്സിൻ്റെ പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആൻഡ് ഈ പറഞ്ഞ ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ഈ പറയുന്ന 4 പോസ്റ്റിനും ചിലപ്പോൾ ഒരൊറ്റ എക്സാം ആയിരിക്കും PSC നടത്തുക. എന്നിരുന്നാൽ പോലും ഈ ഒരൊറ്റ എക്സാം ത്രൂ തന്നെ നമുക്ക് ഈ 4 പോസ്റ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ സിലബസും ഓൾമോസ്റ്റ് എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ലൈക്ക് ദാറ്റ് നമ്മുടെ ഈ പറയുന്ന ഡിപ്ലോമയുടെ കേസ് പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കും, ഒറ്റ എക്സാം ആയിരിക്കും ചിലപ്പോൾ നടത്തുക. ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് പോസ്റ്റായിട്ട് പറഞ്ഞിരുന്നാൽ പോലും എക്സാം ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കും അവർ നടത്തുക. ആൻഡ് പിന്നെ നമുക്ക് ഈ പറയുന്ന PSC ഇപ്പോൾ സിലബസ് പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ട്രാക്ക് മാക്സിമം എല്ലാവരും അത് ഫോളോ ചെയ്താൽ ഈ ഒരു ടൈപ്പ് എക്സാംസ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് സിലബസ് പറയുന്ന പാറ്റേൺ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്തായാലും PSCയിൽ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിലബസിലുള്ള എല്ലാ പോർഷൻസും മാക്സിമം കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രീവിയസ് എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ടൈപ്പ് നമുക്ക് ചോദിക്കാം എന്നുള്ള രീതിക്ക് അതെല്ലാം മാക്സിമം കവർ ചെയ്ത് നമുക്ക് സെക്ഷൻസ് അവൈലബിൾ ആണ്, നമ്മുടെ കോഴ്സസും അതുപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ട്രാക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 10ഓളം പോസ്റ്റുകളിലെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും.
ആൻഡ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഈ 2026 എൻഡോടുകൂടി തന്നെ അടുത്ത വീണ്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ഇനിയും പോസ്റ്റുകൾ വേറെയും വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനിയും പോസ്റ്റുകൾ വേറെയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമുക്ക് ഇനിയും വരും. ആൻഡ് പിന്നെ പറയുന്നത് നമുക്കിപ്പം ഈ കരിയർ ഗ്യാപ്പ് ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതുകൊണ്ട് PSC വെറുതെ ടൈം കളയണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കരിയർ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഏജ് ഓവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ഇയേഴ്സ് ഇനിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം 1 ഇയർ കൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2026 തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും എക്സാം എഴുതി പാസ്സായി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. ആൻഡ് പിന്നെ മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഈ പറയുന്ന പോസ്റ്റുകളിലെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് മാത്രം ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഏത് പോസ്റ്റിലേക്കുള്ള ക്ലാസ്സാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം ഞങ്ങൾ അവൈലബിൾ ആണ്. ഞങ്ങളത് പ്രൊവൈഡ് ചെയ്ത് തരാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ exam. Thank you.